JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ എത്തിച്ചു കൊടുക്കുക. ഇത് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ LD ടൈപ്പിസ്റ്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടോപ്പിക് വൈസ് ക്ലാസ്സിൽ ടൈപ്പ്റൈറ്ററിന്റെ പാർട്സ് ഓഫ് എ ടൈപ്പ്റൈറ്ററിന്റെ പാർട്ട് 3 ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാർട്സ് ഓഫ് എ ടൈപ്പ്റൈറ്റർ കൂടുതൽ തിയറി ക്ലാസ്സുകളായിട്ട് എടുക്കാതെ അതിൽ നിന്ന് തന്നെ വളരെ വ്യത്യസ്തമായ ക്ലാസ്സുകളാണ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ അകത്തുനിന്ന് ഓരോ പാർട്സിൽ നിന്നും വരാവുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും അങ്ങനെയാണ് തയ്യാറാക്കിയത്, ഈ ക്ലാസ്സിലും അങ്ങനെ തന്നെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് ഇറങ്ങാം. ക്ലാസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ കൂടുതൽ വിശദീകരിക്കാതെ വളരെ എളുപ്പം, അതായത് വരാൻ സാധ്യതയുള്ള ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഭാഗങ്ങളെല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്സ് ഓഫ് എ ടൈപ്പ്റൈറ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. ഇപ്പോൾ മൂന്നാമത്തെ ഭാഗമാണ്. എല്ലാവർക്കും നമുക്ക് ക്ലാസ്സിലേക്ക് ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പേപ്പർ ബെയിലിനെ കുറിച്ച് നോക്കാം. പേപ്പർ ബെയിൽ പാർട്സ് ഓഫ് എ ടൈപ്പ്റൈറ്ററിനകത്ത് പേപ്പർ ബെയിലിനകത്ത് നമുക്ക് നോക്കാം. പൊസിഷൻ ഓഫ് ദ പേപ്പർ ബെയിൽ ഇൻ എ ടൈപ്പ്റൈറ്റർ. പൊസിഷൻ ഓഫ് ദ പേപ്പർ ബെയിൽ ഇൻ എ ടൈപ്പ്റൈറ്റർ. ടൈപ്പ്റൈറ്ററിൽ പേപ്പർ ബെയിലിന്റെ സ്ഥാനം എവിടെയാണ് ചോദിച്ചിരിക്കുന്നത്? എബവ് ദ സിലിണ്ടർ. പൊസിഷൻ ഓഫ് പേപ്പർ ബെയിൽ ഇൻ എ ടൈപ്പ്റൈറ്റർ ഈസ് എബവ് ദ സിലിണ്ടർ. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രതീക്ഷിക്കാം. വേർ ഈസ് ദ പൊസിഷൻ ഓഫ് പേപ്പർ ബെയിൽ ഇൻ എ ടൈപ്പ്റൈറ്റർ ഈസ് എബവ് ദ സിലിണ്ടർ. അത് പ്രത്യേകം ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ക്വസ്റ്റ്യൻ രൂപത്തിലാണ് ഈ ഓരോ പാർട്സിനെ കുറിച്ചുള്ള വിസ്തീർണം തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഓരോ ഭാഗത്തു നിന്നുമുള്ള ക്വസ്റ്റ്യനുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്ത് പേപ്പർ ബെയിൽ ഹാസ് 2 റോളേഴ്സ്. പേപ്പർ ബെയിലിന് 2 റോളറുകളുണ്ട്. പേപ്പർ ബെയിൽ ഹാസ് 2 റോളേഴ്സ്. പേപ്പർ ബെയിലിന് 2 റോളറുകളുണ്ട്. The part of the typewriter which helps to type up to the very bottom of the paper. അതായത് പേപ്പറിന്റെ അടിഭാഗം വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പ്റൈറ്ററിന്റെ ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് പേപ്പർ ബെയില്. അതായത് പേപ്പറിന്റെ അടിഭാഗം വരെ ടൈപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ടൈപ്പ്റൈറ്ററിന്റെ ഒരു ഭാഗമാണ് ഏതാണ്? പേപ്പർ ബെയിൽ. ദ പാർട്ട് ഓഫ് ദ ടൈപ്പ്റൈറ്റർ വിച്ച് ഹെൽപ്സ് ടു ടൈപ്പ് അപ്പ് ടു ദ വെരി ബോട്ടം ഓഫ് ദ പേപ്പർ. ഏതാണ് പേപ്പർ ബെയില്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഇല്ലാന്ന് പ്രതീക്ഷിക്കാം. ദ പാർട്ട് ഓഫ് ദ ടൈപ്പ്റൈറ്റർ വിച്ച് ഹെൽപ്സ് ടു ടൈപ്പ് അപ്പ് ടു ദ വെരി ബോട്ടം ഓഫ് ദ പേപ്പർ ഡാഷ്. ഏതാണ്? പേപ്പർ ബെയില്. അടുത്തതാണ് നമുക്ക് നോക്കാം. പേപ്പർ ബെയിൽ ഹോൾഡ്സ് ദ പേപ്പർ അറൗണ്ട് ദ ഡാഷ്. പേപ്പർ ബെയിൽ ഹോൾഡ്സ് ദ പേപ്പർ അറൗണ്ട് ദ ഡാഷ്. അതായത് പേപ്പർ ബെയിൽ ഡാഷിന് ചുറ്റും പേപ്പർ പിടിക്കുന്നു. ഇതിനാണ് സിലിണ്ടറിന് ചുറ്റും. അതായത് പേപ്പർ ബെയിൽ ഹോൾഡ്സ് ദ പേപ്പർ അറൗണ്ട് ദ സിലിണ്ടർ. പേപ്പർ ബെയിൽ ഹോൾഡ്സ് ദ പേപ്പർ അറൗണ്ട് ദ സിലിണ്ടർ. അതായത് പേപ്പർ ബെയിൽ സിലിണ്ടറിന് ചുറ്റും പേപ്പർ പിടിക്കുന്നു. അടുത്ത ഭാഗം നോക്കാം. പേപ്പർ ബെയിൽ പ്രിവെന്റ്സ് ദ പേപ്പർ ഫ്രം ഫ്ലട്ടറിംഗ് ഇൻ ദ എയർ. പേപ്പർ ബെയിൽ പ്രിവെന്റ്സ് ദ പേപ്പർ ഫ്രം ഫ്ലട്ടറിംഗ് ഇൻ ദ എയർ. അതായത് പേപ്പർ ബെയില് പേപ്പർ വായുവിൽ പറക്കുന്നത് തടയുന്നു. പേപ്പർ ബെയില് പ്രിവെന്റ്സ് ദ പേപ്പർ ഫ്രം ഫ്ലട്ടറിംഗ് ഇൻ ദ എയർ. പേപ്പർ ബെയില് പേപ്പർ വായുവിൽ പറക്കുന്നത് തടയുന്നു. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സൗണ്ട് വൈൽ ടൈപ്പിംഗ്. അതോടൊപ്പം തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ശബ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. പേപ്പർ ബെയില് പേപ്പർ വായുവിൽ പറക്കുന്നത് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ടൈപ്പ് ചെയ്യുമ്പോൾ ശബ്ദം കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. പേപ്പർ ബെയിൽ പ്രിവെന്റ്സ് ദ പേപ്പർ ഫ്രം ഫ്ലട്ടറിംഗ് ഇൻ ദ എയർ. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു റെഡ്യൂസ് ദ സൗണ്ട് വൈൽ ടൈപ്പിംഗ്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യനുകളുടെ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് പേപ്പർ ബെയിലിനെ സംബന്ധിച്ച് നമുക്ക് വരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക്, ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. കാർഡ് ഹോൾഡേഴ്സ്. അടുത്ത നമുക്ക് പഠിക്കേണ്ട കാർഡ് ഹോൾഡേഴ്സ്. കാർഡ് ഹോൾഡർ ഹെൽപ്സ് ടു ഹോൾഡ് ദ കാർഡ്സ് ആൻഡ് എൻവലപ്സ് ക്ലോസ് ടു ദ സിലിണ്ടർ. അതായത് കാർഡുകളും എൻവലപ്പുകളും സിലിണ്ടറിന് അടുത്ത് പിടിക്കാൻ കാർഡ് ഹോൾഡേഴ്സ് സഹായിക്കുന്നു. കാർഡ് ഹോൾഡർ
ഹെൽപ്സ് ടു ഹോൾഡ് ദ കാർഡ്സ് ആൻഡ് എൻവലപ്സ് ക്ലോസ് ടു ദ സിലിണ്ടർ. അതായത് കാർഡുകളും എൻവലപ്പുകളും ഒക്കെ സിലിണ്ടറിന് അടുത്തേക്ക് പിടിക്കാൻ വേണ്ടി കാർഡ് ഹോൾഡർ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡ്രോ വെർട്ടിക്കൽ റൂളിംഗ്. ഇറ്റ് ഹെൽപ്സ് ടു ഡ്രോ വെർട്ടിക്കൽ റൂളിംഗ്. അതായത് ഇത് ലംബമായ റൂളിംഗ് വരയ്ക്കാൻ സഹായിക്കുന്നു. ഇറ്റ് ഹെൽപ്സ് ടു ഡ്രോ വെർട്ടിക്കൽ റൂളിംഗ്. അതായത് ലംബമായ റൂളിംഗ് വരയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ലംബമായ വരണം വരയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ കാർഡ് ഹോൾഡറിനെ സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കാം. സിലിണ്ടർ റാച്ചറ്റ് വീല്. സിലിണ്ടർ റാച്ചറ്റ് വീല് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിലിണ്ടർ റാച്ചറ്റ് വീല്. എ ടൂത്ത്ഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സിലിണ്ടർ ഈസ് കാൾഡ് സിലിണ്ടർ റാച്ചറ്റ് വീല്. എ ടൂത്ത്ഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സിലിണ്ടർ ഈസ് കാൾഡ് സിലിണ്ടർ റാച്ചറ്റ് വീൽ. അതായത് സിലിണ്ടറിന്റെ ഇടതുവശത്ത് ഘടിപ്പിച്ച പല്ലുള്ള ചക്രത്തെ സിലിണ്ടർ റാച്ചറ്റ് വീൽ എന്ന് വിളിക്കുന്നു. എ ടൂത്തേർഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സിലിണ്ടർ ഈസ് കാൾഡ് സിലിണ്ടർ റാച്ചറ്റ് വീല്. അപ്പോൾ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം. ഒന്ന്, എ ടൂത്ത്ഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ഡാഷ് ഈസ് കാൾഡ് സിലിണ്ടർ റാച്ചറ്റ് വീല്. അത് ഞാൻ പ്രത്യേകമായ ഇതിൽ അക്ഷരങ്ങളിൽ പ്രത്യേകമായ കളർ കൊടുത്തിട്ടുണ്ട്. എ ടൂത്തേർഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ഡാഷ് ഈസ് കാൾഡ് സിലിണ്ടർ റാച്ചറ്റ് വീൽ. എ ടൂത്തേർഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സിലിണ്ടർ ഈസ് കാൾഡ് സിലിണ്ടർ റാച്ചറ്റ് വീല്. മറ്റൊരു രീതിയിൽ പ്രതീക്ഷിക്കാം. എ ടൂത്തേർഡ് വീൽ ഫിറ്റഡ് അറ്റ് ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ സിലിണ്ടർ ഈസ് കാൾഡ് ഡാഷ് സിലിണ്ടർ റാച്ചറ്റ് വീല്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യനുകൾ ഇതിന്റെ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത, ദ പാർട്ട് ഓഫ് ദ ടൈപ്പ്റൈറ്റർ വിച്ച് ഹെൽപ്സ് ടു regulate the line spaces such as single line space, 2.5, etc. The part of the typewriter which helps to regulate the line spaces such as a single line space, 2.5, etc. അതായത് സിംഗിൾ ലൈൻ സ്പേസ് 2.5 മുതലായ ലൈൻ സ്പേസുകളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ടൈപ്പ്റൈറ്ററിന്റെ ഒരു ഭാഗമാണ് ഏതാണ് സിലിണ്ടർ റാച്ചറ്റ് വീല് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് പോകാം. വോൺ ഔട്ട് ടീത്ത് ഓഫ് ദ സിലിണ്ടർ റാച്ചറ്റ് വീൽ കോസസ് ഡാഷ്. വോൺ ഔട്ട് ടീത്ത് ഓഫ് ദ സിലിണ്ടർ റാച്ചറ്റ് വീൽ കോസസ് ഡാഷ്. ഏതാണ്? ഇറഗുലർ ലൈൻ സ്പേസിങ്. ഇറഗുലർ ലൈൻ സ്പേസിങ് അതായത് സിലിണ്ടർ റാച്ചറ്റിന്റെ കാരണമായ പല്ലുകൾ ഏതാണെന്നാണ് ചോദിക്കുന്നത്. വോൺ ഔട്ട് ടീത്ത് ഓഫ് ദ സിലിണ്ടർ റാച്ചറ്റ് വീൽ കോസസ് ഡാഷ് ഇറഗുലർ ലൈൻ സ്പേസിങ്. ഇറഗുലർ ആയിട്ടുള്ള ലൈൻ സ്പേസിങ്ങിന് കാരണമാകുന്നു. അടുത്ത നോക്കാം. സിലിണ്ടർ റാച്ചറ്റ് വീൽ ഈസ് otherwise known as. അതായത് സിലിണ്ടർ റാച്ചറ്റ് വീല് ഡാഷ് എന്നും അറിയപ്പെടുന്നു. ഏതാണ്? എന്താ കൂടിയാണ് അറിയപ്പെടുന്നത്? ലൈൻ സ്പേസ് റാച്ചറ്റ് വീൽ എന്നുകൂടി അറിയപ്പെടുന്നു. സിലിണ്ടർ റാച്ചറ്റ് വീൽ ഈസ് otherwise known as ലൈൻ സ്പേസ് റാച്ചറ്റ് വീല്. അടുത്ത നോക്കാം. ദ അഡ്ജസ്റ്റ് ദ പേപ്പർ ടു ദ സെയിം ലൈൻ ഓഫ് ടൈപ്പിംഗ് ഓർ റീഇൻസേർഷൻ വർക്ക് വി യൂസ് ഡാഷ്. The adjust the paper to the same line of typing or reinsertion work we use dash. എന്താ യൂസ് ചെയ്യുന്നത്? ലൈൻ ഫൈൻഡർ. ലൈൻ ഫൈൻഡർ അതായത് ടൈപ്പിംഗ് അല്ലെങ്കിൽ പുനഃക്രമീകരണ ജോലിയുടെ അതേ വരിയിലേക്ക് പേപ്പർ ക്രമീകരിക്കുന്നതിന് ഡാഷ് ഉപയോഗിക്കുന്നു. എന്താണ്? ലൈൻ ഫൈൻഡർ ഉപയോഗിക്കുന്നു. ടു അഡ്ജസ്റ്റ് ദ പേപ്പർ ടു ദ സെയിം ലൈൻ ഓഫ് ടൈപ്പിംഗ് ഓർ റീഇൻസേർഷൻ വർക്ക് വി യൂസ് ഡാഷ്. എന്താണ്? ലൈൻ ഫൈൻഡർ. ഇത്രയും ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. അടുത്തത് നമുക്ക് പഠിക്കേണ്ട ഡിറ്റന്റ് റോളർ ആണ്. ഡിറ്റന്റ് റോളർ. എ സ്മോൾ സ്റ്റീൽ റോളർ പ്രസിംഗ് ദ ടൂത്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് നോൺ ആസ് ഡിറ്റന്റ് റോളർ. അതായത് സിലിണ്ടറിന്റെ പല്ല അമർത്തിയ ഒരു ചെറിയ സ്റ്റീൽ റോളർ എന്തായിട്ട് അറിയപ്പെടുന്നു? റോളറാണ് ഡിറ്റന്റ് റോളർ എന്ന് അറിയപ്പെടുന്നത്. സ്മോൾ സ്റ്റീൽ റോളർ പ്രസിംഗ് ദ
tooth of the cylinder is known as dash. എന്താണ്? ഡിറ്റന്റ് റോളർ. worn out ഡിറ്റന്റ് റോളർ causes എന്താണ്? irregular line spacing. അതായത് ഡിറ്റന്റ് റോളർ കാരണം എന്താണ്? വോൺ ഔട്ട് കാരണങ്ങൾ ഇല്ലാതായി. എന്തുകൊണ്ടാണ്? ഇറഗുലർ ലൈൻ സ്പേസിംഗിന്റെ കാരണങ്ങൾ ഇല്ലാതായി. വോൺ ഔട്ട് ഡിറ്റന്റ് റോളർ കോസസ് ഇറഗുലർ ലൈൻ സ്പേസിംഗ്. ഫുൾക്രം വയർ ഈസ് ഓൾസോ നോൺ ആസ് സെഗ്മെന്റ് വയർ. ഫുൾക്രം വയർ ഈസ് ഓൾസോ നോൺ ആസ് സെഗ്മെന്റ് വയർ. അതായത് ഫുൾക്രം വയർ ഡാഷ് എന്നുകൂടി അറിയപ്പെടുന്നു. ഏതാണ്? സെഗ്മെന്റ് വയർ എന്നുകൂടി അറിയപ്പെടുന്നു. ഇത്രയുമാണ് നമുക്ക് ഡിറ്റന്റ് റോളറിൽ മനസ്സിലാക്കാനുള്ളത്. അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അടുത്ത ഡിറ്റന്റ് റിലീസ് ലിവർ ആണ്. ഡിറ്റന്റ് റിലീസ് ലിവർ. ഡിറ്റന്റ് റിലീസ് ലിവർ. ഡിറ്റന്റ് റിലീസ് ലിവർ ഈസ് ഓൾസോ നോൺ ആസ് ഡിറ്റന്റ് റിലീസ് ലിവർ ഏത് പേരിലൂടെ അറിയപ്പെടുന്നു? ഓൾസോ നോൺ ആസ് ലൈൻ സ്പേസ് ഡിസ്എൻഗേജിംഗ് ലിവർ എന്നുകൂടി അറിയപ്പെടുന്നു. ഡിറ്റന്റ് റിലീസ് ലിവർ ഈസ് ഓൾസോ നോൺ ആസ് ലൈൻ സ്പേസ് ഡിസ്എൻഗേജിംഗ് ലിവർ. ലൈൻ സ്പേസ് ഡിസ്എൻഗേജിംഗ് ലിവർ എന്നുകൂടി അറിയപ്പെടുന്നു. അടുത്ത നോക്കാം. ഫങ്ഷൻ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ. അതായത് ഡിറ്റന്റ് റിലീസ് ലിവറിന്റെ പ്രവർത്തനം. ഡിറ്റന്റ് റിലീസ് ലിവറിന്റെ പ്രവർത്തനം. ഇറ്റ് ഹെൽപ്സ് ടു ടൈപ്പ് മാത്തമാറ്റിക്കൽ സിംബൽസ് ആൻഡ് കെമിക്കൽ ഫോർമുല. ഫങ്ഷൻ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ. അതായത് ഡിറ്റന്റ് റിലീസ് ലിവറിന്റെ പ്രവർത്തനം. ഇറ്റ് ഹെൽപ്സ് ടു ടൈപ്പ് മാത്തമാറ്റിക്കൽ സിംബൽസ് ആൻഡ് കെമിക്കൽ ഫോർമുല. അതായത് ഗണിതശാസ്ത്ര ചിഹ്നങ്ങളും രാസസൂത്രവാക്യങ്ങളും ടൈപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് ഫങ്ഷൻസ് ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഡിറ്റന്റ് റിലീസ് ലിവർ ഈസ് ഓൾസോ നോൺ ആസ് എ ലൈൻ സ്പേസ് ഡിസ്എൻഗേജിംഗ് ലിവർ. അത് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഫങ്ഷൻ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ ഇറ്റ് ഹെൽപ്സ് ടു ടൈപ്പ് മാത്തമാറ്റിക്കൽ സിംബൽസ് ആൻഡ് കെമിക്കൽ ഫോർമുല. അതായത് ഗണിതശാസ്ത്ര ചിഹ്നങ്ങളും രാസസൂത്രവാക്യങ്ങളും ടൈപ്പ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. അടുത്ത നോക്കാം. പൊസിഷൻ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ ഇൻ ടൈപ്പ്റൈറ്റർ. അതായത് ടൈപ്പ്റൈറ്ററിൽ ഡിറ്റന്റ് റിലീസ് ലിവറിന്റെ സ്ഥാനം. പൊസിഷൻ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ ഇൻ ടൈപ്പ്റൈറ്റർ ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് ലെഫ്റ്റ് തമ്പ് വീല്. ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് ലെഫ്റ്റ് തമ്പ് വീൽ. അതായത് സിലിണ്ടറിനും ലെഫ്റ്റ് തമ്പ് വീലിനും ഇടയില്, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാകാം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കാരേജ്. ഇങ്ങനെ ഓർത്താൽ മതി. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കാരേജിന്റെ ലെഫ്റ്റ് സൈഡിലാന്ന് ഓർത്താൽ മതി. പൊസിഷൻ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ ഇൻ ടൈപ്പ്റൈറ്റർ ബിറ്റ്വീൻ ദ സിലിണ്ടർ ആൻഡ് ലെഫ്റ്റ് തമ്പ് വീൽ. അതായത് സിലിണ്ടറിന്റെയും ലെഫ്റ്റ് തമ്പ് വീലിനും ഇടയിൽ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ കാരേജ്. ഡിറ്റന്റ് റിലീസ് ലിവർ ഈസ് എ നിക്കൽ പാർട്ട് ഇൻ എ ടൈപ്പ്റൈറ്റർ. അതായത് ടൈപ്പ്റൈറ്ററിലെ ഒരു നിക്കൽ ഭാഗമാണ് ഡിറ്റന്റ് റിലീസ് ലിവർ എന്ന് പറയുന്നത്. ടൈപ്പ്റൈറ്ററിലെ ഒരു നിക്കൽ ഭാഗമാണ് ഈ ഡിറ്റന്റ് റിലീസ് ലിവർ. ആസ് ഇറ്റ് ഈസ് എ നിക്കൽ പാർട്ട് ഇറ്റ് ഈസ് ക്ലീൻഡ് വിത്ത് ലെതർ. അതായത് ഇത് ഒരു നിക്കൽ ഭാഗമായതിനാൽ ഇത് തുകൽ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. ആസ് ഇറ്റ് ഈസ് എ നിക്കൽ പാർട്ട് ഇറ്റ് ഈസ് ക്ലീൻഡ് വിത്ത് ലെതർ. അതായത് ഇതൊരു നിക്കൽ ഭാഗമായതിനാൽ ഇത് തുകൽ ഉപയോഗിച്ച് വൃത്തിയാക്കുന്നു. നമ്പർ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവേഴ്സ് അറ്റ് ഐദർ എൻഡ് ഓഫ് ദ കാരേജ് ഈസ് ഡാഷ്. എത്രയാണ്? 2. ദ നമ്പർ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവേഴ്സ് അറ്റ് ഐദർ എൻഡ് ഓഫ് ദ കാരേജ് ഡാഷ് 2. കാരേജിന്റെ അതായത് കാരേജ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഇടതുവശത്തുള്ള ഡിറ്റന്റ് റിലീസ് ലിവറുകളുടെ എണ്ണം എത്രയാണ്? 2. അപ്പോൾ നമ്പർ ഓഫ് ഡിറ്റന്റ് റിലീസ് ലിവർ അറ്റ് ഐദർ എൻഡ് ഓഫ് ദ കാരേജ് ഈസ് ഡാഷ് എത്രയാണ്? 2. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.